ഭരണഘടനാ ശില്പിയായ ഡോക്ടർ അംബേദ്കറുടെ പേർ മുട്ടിനു പറയുന്നതിന് പകരം ദൈവത്തിന്റെ പേർ ആവർത്തിച്ചു പറഞ്ഞാൽ 7 ജന്മത്തിലും സ്വർഗം കിട്ടുമെന്നാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രസ്താവിച്ചത്. അമിത്ഷായുടെ ഈ പ്രസ്താവനയ്ക്കെതിരെയാണ് ഇന്ത്യ മുന്നണി ലോക്സഭയിലും രാജ്യസഭയിലും വലിയ കലാപങ്ങൾ ഉയർത്തുകയും പ്രതിഷേധമുയർത്തുകയും അമിത്ഷായുടെ രാജി ആവശ്യപ്പെടുകയും. എന്തായാലും ഭരണഘടനയുടെ 75ാം വാർഷിക ആഘോഷിക്കുന്ന സമയത്ത് ഭരണഘടനയെക്കുറിച്ച് ചർച്ച പാർലമെന്റിൽ നടക്കുന്ന സന്ദർഭത്തിൽ അംബേദ്കറുടെ പേർ ആവർത്തിക്കുന്നത് അനുചിതമാണ്, അതിനു പകരം ദൈവത്തിൻ്റെ പേർ പറയുന്നതാണ് മോക്ഷം ലഭിക്കാൻ നല്ലത് എന്ന മട്ടിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി പറയുക എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഡോക്ടർ അംബേദ്കറെ ഇന്ത്യൻ ഭരണഘടനയെ അധിക്ഷേപിക്കുന്നതിന് തുല്യമെന്നല്ല, അത് അധിക്ഷേപം തന്നെയാണ്. കാരണം നമ്മുടെ രാജ്യത്തെ ദളിതർക്ക് വേണ്ടി, താഴെത്തട്ടിലുള്ള മനുഷ്യർക്ക് വേണ്ടി, അവരുടെ മോചനത്തിന് വേണ്ടി ഇന്ത്യൻ ഭരണഘടന എഴുതിയുണ്ടാക്കിയ ഡോക്ടർ അംബേദ്കർ മഹാത്മജിയെ പോലെ തന്നെ, രാഷ്ട്രപിതാവിനെ പോലെ തന്നെ ആദരണീയനും കാലത്തെ മറികടന്നുകൊണ്ട് നമ്മുടെ സമൂഹത്തിനെ മുന്നോട്ട് നയിക്കുന്ന മഹാന്മാരിൽ ഒരാളുമാണ്. അദ്ദേഹത്തിൻ്റെ പേർ ഉച്ചരിക്കുന്നത്, ദൈവത്തിൻ്റെ പേർ, ദൈവവിശ്വാസികൾക്ക് ദൈവത്തിൻ്റെ പേർ ഉച്ചരിക്കുന്നതിന് തുല്യം തന്നെയാണ് ഡോക്ടർ അംബേദ്കർ. അപ്പോൾ ദളിതനായതുകൊണ്ടാണോ അംബേദ്കറുടെ പേർ ഉച്ചരിക്കുന്നതിനെ അമിത്ഷാ പരിഹസിച്ചത് എന്നാണ് രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവ് ഖഡ്ഗെ ചോദിച്ചത്. രാഹുൽ ഗാന്ധി അംബേദ്കറെ അപമാനിച്ചു എന്ന നിലയിൽ ആണ് പ്രതികരിച്ചത്. അപ്പോൾ അമിത്ഷാ ഇത്തരത്തിൽ രാജ്യസഭയിൽ നടത്തിയ ഒരു പ്രസംഗം ഭരണഘടനാ വിരുദ്ധമാണെന്ന് ഭൂതക്കണ്ണാടി വെച്ച് പരിശോധിക്കേണ്ട കാര്യമില്ല. നിയമം അറിയുന്ന ബുദ്ധിയുള്ള ആർക്കും തിരിച്ചറിയാവുന്ന കാര്യമാണിത്. പക്ഷേ അമിത്ഷാ ഇപ്പോൾ പറയുന്നത് അദ്ദേഹത്തെ അധിക്ഷേപിക്കാനായി ഇത് എടുത്ത് പ്രചരിപ്പിക്കുന്നവർക്കെതിരെ നിയമ നടപടി എടുക്കുമെന്നാണ്. അങ്ങനെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി ആയതുകൊണ്ട് ഏത് കാര്യത്തിലും പ്രതിപക്ഷത്തിനെതിരെ നിയമ നടപടി എടുക്കാൻ കഴിയുമെങ്കിൽ നിയമവും കോടതിയുമെല്ലാം അദ്ദേഹത്തിൻ്റെ അധീനതയിൽ ആണെന്ന് വേണം കരുതാൻ. എന്തായാലും അംബേദ്കറെ അപമാനിച്ചത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് അമിത്ഷായെ രക്ഷിക്കാനായി ജീവൻ രക്ഷാ പ്രവർത്തനത്തിന് മോദി രംഗത്തിറങ്ങിയിട്ടുണ്ട്. മോദി പറയുന്നത് അംബേദ്കർക്ക് ബഹുമതിയൊക്കെ ഒന്നും നൽകാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കൂട്ടാക്കിയില്ല, പാർലമെന്റിന്റെ ഹാളിൽ പോലും അദ്ദേഹത്തിൻ്റെ ചിത്രം പ്രദർശിപ്പിച്ചില്ല. അങ്ങനെ അംബേദ്കറെ അപമാനിച്ചത് ഏത് കാലത്തും കോൺഗ്രസ്സാണ്. ആലോചിച്ചു നോക്കൂ, വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചുപോയ ഒരു നേതാവിനെ, ഒരു ചരിത്ര പുരുഷനെ അദ്ദേഹത്തിൻ്റെ ചിത്രം വെച്ചില്ല, അദ്ദേഹത്തിൻ്റെ പ്രതിമ സ്ഥാപിച്ചില്ല, അത്തരത്തിൽ ഒരു പാർട്ടി അപമാനിച്ചു എന്നെല്ലാം പറയുന്നത് എത്ര ബാലിശമാണ്. കാരണം ഡോക്ടർ അംബേദ്കറെ ഏതു കാലത്തും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നെഹ്റുവിനൊപ്പം, മഹാത്മജിക്കൊപ്പം ഉയർത്തി കാണിച്ചിട്ടുണ്ട്, ഒപ്പം കൊണ്ടു നടന്നിട്ടുമുണ്ട്. രാഷ്ട്രീയത്തിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ മഹാത്മജിയും അംബേദ്കറുമായി ഉണ്ടായിരുന്നു. പല കാര്യങ്ങളിലും ദളിത് വിഷയങ്ങളിൽ അംബേദ്കറുടെ നിലപാടായിരുന്നില്ല മഹാത്മജിക്ക്. അതുപോലെ രാഷ്ട്രീയ വിഷയങ്ങളിൽ നെഹ്റുവും അംബേദ്കറും വ്യത്യസ്തമായ നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ട്. അംബേദ്കർ മത്സരിച്ചപ്പോൾ കോൺഗ്രസ് അടക്കം, CPM അടക്കമുള്ള പാർട്ടികൾ, കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ അടക്കമുള്ള പാർട്ടികൾ അംബേദ്കറോടൊപ്പം നിന്നിരുന്നില്ല എന്നത് മറ്റൊരു ചരിത്ര യാഥാർത്ഥ്യമാണ്. അത് അക്കാലത്തെ രാഷ്ട്രീയമാണ്. അക്കാലത്തെ രാഷ്ട്രീയം വർഷങ്ങൾക്ക് ശേഷം ഉയർത്തിപ്പിടിച്ച് അംബേദ്കറെ കോൺഗ്രസ് അപമാനിച്ചു എന്നെല്ലാം പറയുന്നത് ബാലിശമാണ്. എന്നാൽ വർത്തമാനകാലത്ത് നിലവിലുള്ള രാജ്യസഭയിൽ അമിത്ഷാ അംബേദ്കറെ കുറിച്ച്, ഭരണഘടനയെക്കുറിച്ച് എന്തു പറഞ്ഞു എന്നതാണ് ചർച്ച ചെയ്യപ്പെടേണ്ടത്.